ഇന്ന് എല്ലാവരും വളരെ കാര്യമായി പറയുന്നുണ്ട് ആൻ്റണി രാജുവിനെ ശിക്ഷിച്ച കാര്യം, അല്ലെങ്കിൽ കോടതിയുടെ ഇടപെടലിൻ്റെ കാര്യം എല്ലാം. ഈ ആൻ്റണി രാജു ചെയ്ത കുറ്റം എന്താണ്? പലർക്കും അറിയാൻ ആഗ്രഹമുള്ളതും വായിക്കാൻ രസകരമായ ഒരു വക്കീൽ കഥയാണിത്. 1990 ഷഡ്ഡിക്കുള്ളിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടയിൽ ഒരു ആസ്ട്രേലിയൻ പൗരൻ കേരളത്തിലെ പോലീസിൻ്റെ കയ്യിൽപ്പെടുന്നു. അറകൾ ആയി ക്രമീകരിച്ച ഷഡ്ഡിക്കുള്ളിൽ ആയിരുന്നു ഇയാൾ കേരളത്തിൽ വിൽക്കുവാനുള്ള മയക്കുമരുന്ന് കടത്താൻ നോക്കിയത്. പോലീസ് ഈ അറകൾ ഉള്ള ഷഡ്ഡിയും മറ്റു തൊണ്ടി തെളിവുകളുമടക്കം കോടതിയിൽ ഹാജരാക്കി. ആസ്ട്രേലിയൻ പൗരൻ പെട്ടു എന്ന ഘട്ടത്തിൽ അയാൾ കേസ് വാദിക്കാൻ ആൻ്റണി രാജുവിനെ ചുമതലപ്പെടുത്തി. കോടതിയിൽ ഇരിക്കുന്ന അറകൾ ഉള്ള ഷഡ്ഡി അത് സൂക്ഷിച്ചിരുന്ന ആളെ ഉപയോഗിച്ച് മാറ്റി പകരം മറ്റൊരു ഷഡ്ഡി വെച്ചു. കോടതിയിൽ വിചാരണ നടക്കുന്ന സമയത്ത് ഹാജരാക്കിയത് ആൻ്റണി രാജു കൃത്രിമമായി ഉണ്ടാക്കി വെച്ച ഷഡ്ഡിയാണ്. ആ ഷഡ്ഡിയിൽ കിലോ കണക്കിന് മയക്കുമരുന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന വാദം സത്യമാണെന്ന് കണ്ട കോടതി ആസ്ട്രേലിയക്കാരനെ വെറുതെ വിട്ടു. അയാൾ ആസ്ട്രേലിയക്ക് തിരിച്ചും പോയി. ആൻ്റണി രാജു അന്ന് അയാളിൽ നിന്ന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങി അർമാദിച്ചു. ഇതാണ് ഒന്നാം ഭാഗം. രണ്ടാം ഭാഗം സിനിമാ കഥയെ വെല്ലുന്നതാണ്. ഇവിടെ നിന്ന് വെറുതെ വിട്ടയച്ച ആസ്ട്രേലിയക്കാരൻ ഇതേ പണി ആസ്ട്രേലിയയിൽ ചെന്നിട്ട് തുടർന്നു. അവിടെ ഷഡ്ഡിയിൽ മയക്കുമരുന്ന് കടത്തുന്നതിനിടെ സിഡ്നിയിൽ വെച്ച് അയാളെ പിടികൂടി പോലീസ്. അപ്പോൾ സഹതടവുകാരനോട് അയാൾ പറഞ്ഞു, എന്നെ ഇതിനു മുമ്പ് ഇന്ത്യയിൽ വെച്ചു ഇതേ കേസിൽ പിടികൂടി. അവിടെ ഒരു അപാര ബുദ്ധിയുള്ള കിടിലൻ വക്കീൽ എൻ്റെ ഷഡ്ഡി കോടതിയിൽ നിന്ന് അടിച്ചു മാറ്റി. എനിക്കെതിരെ ഇന്ത്യൻ കോടതിയിൽ തെളിവ് കണ്ടെത്താൻ കഴിയാതെ അവസാനം അവർ എന്നെ വെറുതെ വിട്ടു. ഷഡ്ഡി മാറ്റിയ കഥ സഹതടവുകാരൻ പോലീസിനോട് പറഞ്ഞു. പോലീസ് അത് ഇൻ്റർപോളിനോട് പറഞ്ഞു. ഇൻ്റർപോൾ അത് ഇന്ത്യൻ ടീമിന് കൈമാറി. അവസാനം അത് ഉമ്മൻചാണ്ടി വീണ്ടും ആ കേസ് അന്വേഷിക്കാൻ വേണ്ടി ഉത്തരവിട്ടു. ആ കേസിന് ഇന്ന് വിധി വന്നിരിക്കുന്നു. 3 വർഷം ജയിൽ ശിക്ഷ. പ്രതിയെ രക്ഷിക്കാൻ വന്ന വക്കീൽ അവസാനം ജയിൽ പോകേണ്ടി വന്ന അവസ്ഥ. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നുപോകരുത്, 36 വർഷം എടുത്തു ഈ കേസിൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ശിക്ഷ വിധിക്കാൻ. 1990 തുടങ്ങിയതാണ്. മറക്കരുത്, ഈ ജെട്ടി കേസിലെ പ്രതിയാണ് പിണറായി സർക്കാരിൽ മന്ത്രിയായിരുന്നത് എന്നത്. സുപ്രീം കോടതിയുടെ ഇടപെടൽ ആണ് ഈ കേസ് ഇപ്പോഴെങ്കിലും നടപടിയായത്. ഇതിനിടെ പലവട്ടം പിണറായി സർക്കാർ ഈ കേസ് ഉഴപ്പാൻ നോക്കി, പക്ഷേ സുപ്രീം കോടതി വിട്ടില്ല. ഈ ജെട്ടി കേസ് 36 വർഷം എടുത്തെങ്കിൽ അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി കേസ് എത്ര നാൾ പിടിക്കും? ഒന്ന് ആലോചിച്ച് നോക്കൂ. വെനിസ്വേലയിലെ പ്രസിഡന്റിനെ മയക്കുമരുന്ന് കടത്ത് ആരോപിച്ച് അമേരിക്ക പിടിച്ചുകൊണ്ട് പോയതിന് ജനം അവിടെ ആഘോഷിക്കുന്നു. പക്ഷേ ഇവിടെ ആലപ്പുഴയിലെ തെരുവുകളിൽ പ്രാക്കും തെറിവിളിയും തേങ്ങലുമായിട്ട് ഒരു കൂട്ടം യുവജനങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ. ഈ നാട് എന്ന് നന്നാവും?